എറണാകുളത്തിലെ സീപോർട്ടിൽ ജോലി. ഈ മോഹനസുന്ദര വാഗ്ദാനവുമായിട്ടാണ് ചിഞ്ചു അനീഷ് അടങ്ങുന്ന 4-അംഗ സംഘം തട്ടിപ്പിനിറങ്ങിയത്. എറണാകുളം പെരുമ്പാവൂർ കേന്ദ്രമായി പ്രവർത്തിച്ച ഫ്ലൈ വില്ല ട്രീ, ടാലന്റ് വിസ കൺസൾട്ടൻസി എന്നീ സ്ഥാപനങ്ങളുടെ മറവിലായിരുന്നു തട്ടിപ്പ്. 2003 മെയ്യിലാണ് തട്ടിപ്പിന്റെ തുടക്കം. പണം നൽകിയാൽ 6 മാസത്തിനുള്ളിൽ ന്യൂസിലാൻഡിൽ ജോലി വാങ്ങി നൽകാമെന്ന് സംഘം വിശ്വസിപ്പിച്ചു. നിഷാദിൽ നിന്ന് പല തവണയായി കൈപ്പറ്റിയത് 11.5 ലക്ഷം രൂപ. 6 മാസം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെ നിഷാദ പുനലൂർ പോലീസിനെ സമീപിച്ചു. ഇതോടെ പ്രതികൾ ഒളിവിൽ പോയി. ഞാൻ കിട്ട കേസിൽ പോലീസ് തിരയുന്നത് അറിഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒളിവിലായിരുന്നു. ഇപ്പം ഒരു 4 മാസം കൊണ്ട് തിരികെ വരികയും വീണ്ടും തട്ടീര് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് വഴി ന്യൂസിലാൻഡ്, സിംഗപ്പൂർ എല്ലാ രാജ്യങ്ങളെ ആടിട്ടിട്ട് ക്രൂ ജോയിനിങ് വിസ, സീമാൻ വിസ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആടിട്ട് തട്ടീര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിലവിൽ തട്ടീര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ നേരിട്ട് വരത്തില്ല. ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളുടെ വശങ്ങളെല്ലാം പഠിച്ചു വെച്ചുകൊണ്ട് സബ് ഏജന്റ് മുഖേനയാണ് വരുന്നത്. പിടിച്ചു കഴിയുമ്പോൾ പറയുന്നത് എല്ലാവരെയും ബ്ലോക്കും ചെയ്ത് പോയിട്ട് പറയുന്നത് ആരുമായിട്ട് ഒരു ഇടപാടും ഇല്ല, ആരെയും അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഓൾറെഡി ഈ ചിഞ്ചു എന്ന് പറയുന്ന സ്ത്രീ ഞാൻ എൻ്റെ മൊബൈലിൽ നമ്പർ സേവ് ആണ്. ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനും നടന്നിട്ടുണ്ട്. ഇന്നലെ വിളിച്ചപ്പോൾ അവിടുന്ന് സാറുമായിട്ട് കൃഷ്ണകുമാർ സാർ എന്നെ വിളിക്കുകയുണ്ടായി. സംസാരിക്കണമെന്ന് പറഞ്ഞു. പുനലൂർ SI കൃഷ്ണകുമാർ സാർ എന്നെ വിളിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് നിഷാദിനെ അറിയത്തില്ല, നിഷാദിനെ നേരിട്ട് പരിചയമില്ല, നിഷാദിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ലെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഫ്ലൈ വില്ല ട്രീ ഉടമകളിൽ ഒരാളും കേസിലെ 1-ാം പ്രതിയുമായി ബിനിൽകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തു. ഇയാളെ കൂടാതെ ബിനിൽകുമാറിന്റെ സഹോദരനും കേസിലെ 2-ാം പ്രതിയുമായി ബിജു, 3-ാം പ്രതി സ്റ്റാഫ് അനു എന്നിവരായിരുന്നു തട്ടിപ്പിന്റെ ബുദ്ധികേന്ദ്രങ്ങൾ. ചിഞ്ചു അനീഷ് പെരുമ്പാവൂരിൽ ഒളിയിടത്തിലുണ്ടെന്നറിഞ്ഞ് നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത്. എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 2023 കേസുകളുണ്ട്. കാലടി പോലീസ് സ്റ്റേഷനിൽ തന്നെ 2024 3ഓളം ഇതേപോലുള്ള സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയതിന് കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിഷാദ് എന്ന് പറയുന്ന നമ്മുടെ പരാതിക്കാരൻ്റെ നിന്ന് 11.5 ലക്ഷം രൂപ പലതവണയായിട്ട്, അത് ഇവരുടെ അക്കൗണ്ടിലേക്കല്ല, അതായത് ബിനുൽ എന്ന് പറയുന്ന 1-ാം പ്രതിയുടെ സഹോദരനായ ബിജുവിൻ്റെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ബിജു ഇവരും തമ്മിൽ പിന്നീട് തിരക്കിയപ്പോഴാണ് ഈ പറയുന്നവരും ഈ 4-ാം പ്രതിയെ ചിഞ്ചുവും തമ്മിൽ ട്രാൻസാക്ഷൻസ് സാധാരണ നടന്നിട്ടുണ്ട്. കാരണം ഇവർ കാൻഡിഡേറ്റ്സ് കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസകളുടെ ഇവർ പല ഫീസുകളിലൊക്കെ അവർക്കും പോയിട്ടുണ്ട്. നിലവിൽ 10-ലധികം കേസുകളിൽ പ്രതിയാണ് ചിഞ്ചു അനീഷ്. തട്ടിപ്പ് കേസിൽ എറണാകുളം നോർത്ത് പോലീസ് നേരത്തെ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഒട്ടേറെ പേരെ തട്ടിച്ച പ്രതികൾ കോടിക്കണക്കിന് രൂപയാണ് സ്വന്തമാക്കിയത്. തട്ടിപ്പിനിരയായതിൽ കൂടുതൽ പേർക്കും ക്രൂയിസ് ഷിപ്പ് ക്രൂ ജോയിനിങ് വിസിറ്റിംഗ് വിസയാണ് നൽകിയത്. 12,000 രൂപ മാത്രം ഫീസുള്ള വിസയ്ക്ക് പോലും 10-12 ലക്ഷമാണ് വാങ്ങിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റ് 2 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.